ആര്യങ്കാവിനടുത്ത് സ്വന്തമായി വീട് വാങ്ങാൻ രാജപ്പൻ തീരുമാനിക്കുന്നു. നോക്ക്, രാജപ്പൻ ഒളിപ്പിച്ചു വെച്ച 10 ലക്ഷം രൂപയും എടുത്ത് രേവതി വീട്ടിൽ നിന്നിറങ്ങുന്നു. അർച്ചനയെയും കൂട്ടി വരാൻ രാജപ്പനോട് പറയുന്ന കള്ള് കാർത്തിയായനി. ചതിച്ചത് നീയല്ലേടി? പണവുമായി വന്ന് തന്നോടൊപ്പം വരാൻ തയ്യാറാവാത്ത ദിനേശനെ വെല്ലുവിളിക്കുന്ന രേവതി. രാത്രി മഴ തുടരുന്നതുകൊണ്ടാണ് ദിനേശൻ നിന്റെ മുമ്പിൽ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നത്. 10 ലക്ഷം രൂപ കാണിച്ച് നീ എന്നെ അടിമയാക്കാന്ന് കരുതിയോ? നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് എന്റെ ചെലവിൽ നിന്നെ കൂടെ പറപ്പിക്കാനാ, അല്ലാതെ നിന്റെ ചെലവിൽ ജീവിക്കാനല്ല. നാടും വീടും വിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏത് കോണിൽ പോയി നീ ജീവിച്ചിരുന്നാലും ദിനേശൻ അവിടെ വന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടുമായിരുന്നു. അതാണടി നട്ടലുള്ള പുരുഷന്റെ ആണത്വം. ഞാൻ നിന്നെ കൈവിട്ടെങ്കിൽ നിനക്കത് പറയാമായിരുന്നു. മോഹിപ്പിച്ച് നിന്നെ ചതിച്ചൂന്ന്. വീട്ടുകാരെ ഒന്നടങ്കം ചതിച്ച് ഇറങ്ങി വന്ന് നീ ഒന്നും കൂടെ ഓർക്കണം. അർച്ചനയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേന്ന്. അവൻ വിളിക്കാതെ തന്നെ നീ കൂടെ ഇറങ്ങി ചെന്നേനെ. നിന്നെയും നിന്റെ അനിയത്തെ ഓർത്താവും പാവ അർച്ചന അത് ചെയ്യാത്തത്. സ്വന്തം കൂടപ്പറപ്പിനെ പോലും മറന്ന് ചാടി പുറപ്പെടാൻ നേരം നീ അത് ഓർത്തോ? ഓർക്കില്ല. അത്രയ്ക്ക് സ്വാർത്ഥയാ നീ. ഇനി പറയടി, നിനക്ക് എന്ത് യോഗ്യതയുണ്ട് വെല്ലുവിളിയുമായിട്ട് എന്റെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കാൻ? നീ പോടാ. നീ മാത്രം അല്ലടാ ഇവിടെ ആണായിട്ടുള്ളത്. ഇറങ്ങടി, ഇറങ്ങാൻ. ആ കുടുംബത്തെ നാട് കടത്തിയെന്ന് വെച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുമെന്ന് അങ്കിൾ കരുതുന്നുണ്ടോ? നിനക്കെന്താ അതിൽ സംശയം? അവരെ അങ്ങനെ ഓടിച്ചു വിടുവൊന്നും അല്ല മോനെ. നമ്മൾ ഓടിച്ചു വിടുന്നതായിട്ട് ഒരു തോന്നല് പോലും അയാൾക്കില്ല. അയാൾ ഇതൊരു ലോട്ടറി അടിച്ച പോലെയാ കാണുന്നത്, അല്ലേ വിശ്വട്ടാ? സ്വന്തമായി ഒന്നുമില്ലാത്തവന് ഒരു വീട് വാങ്ങി താമസിക്കാൻ കഴിയുന്നത് ഒരു സ്വപ്നമല്ലേ? അങ്ങനെ ഒരു സ്വപ്നത്തിലാ രാജപ്പൻ. നാളെ നേരം പുലരുമ്പോ ആ കുടുംബം ഈ സിറ്റിയിൽ ഉണ്ടാവില്ല. പിന്നെ എവിടെ പോയി അന്വേഷിക്കാൻ അവളെ? എവിടെ പോയാലും സുധിയുമായിട്ട് അവള് കോണ്ടാക്ട് ഇല്ലെന്ന് എന്തുറപ്പാ നമുക്കുള്ളത്? ഉറപ്പ് തന്നത് രാജപ്പനാ. അത് തെറ്റിയാൽ എന്താ സംഭവിക്കുക എന്ന് അയാൾക്കും അവൾക്കും നന്നായിട്ട് അറിയാം. ഇത്രയും സമയമായിട്ടും അവൾ അവനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടില്ല. അവളെ അറിയിക്കാതെ അല്ല രാജപ്പൻ പോകുന്നത്. അവളുടെ ഉറപ്പും സമ്മതവും വാങ്ങിയിട്ട് തന്നെയാ. നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത്? അവൻ എന്തെങ്കിലും നിന്നോട് സൂചിപ്പിച്ചോ? ഞാൻ ആന്റി ഇതിനിടയിൽപ്പെട്ട് ശ്വാസം മുട്ടുന്നത്. അപ്പോ നിനക്ക് അവനോട് ചായവുണ്ടല്ലേ? എല്ലാം മനസ്സു തുറന്ന് അവൻ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ എന്താന്ന് അങ്കിളിനും ആന്റിക്ക് അറിയില്ല. എല്ലാം സുധി നാളെ അറിയും. നീ കൂടി എന്നെ ചതിക്കാൻ കൂട്ടുനിന്നില്ലടാന്ന് അവൻ ചോദിച്ചാൽ എനിക്കെന്ത് മറുപടിയുണ്ട്? അപ്പൊ നീ വന്നത് എന്റെ തീരുമാനം മാറ്റുമോന്ന് അറിയാനല്ലേ? അങ്കിൾ അങ്ങനെ കരുതിയാലും തെറ്റില്ല. ഇത് ഞാനും ജയന്തിയും ചേർന്നെടുത്ത തീരുമാനമാണ്. ഞങ്ങളുടെ മകന്റെ നല്ല ഭാവിക്ക് വേണ്ടി. നീ ഇപ്പൊ ചിന്തിക്കുന്നത് വിശ്വനാഥന്റെയും ജയന്തിയുടെയും ബന്ധുവായിട്ടല്ല, മറിച്ച് സുധിയുടെ ഫ്രണ്ടായിട്ടാണ്. അവനെ ഈ കുരുക്കിന്നൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനാ ഞങ്ങൾ ശ്രമിക്കുന്നത്. സമൂഹത്തിൽ ഞങ്ങൾക്കുള്ള വിലയും നിലയും നിനക്കറിയില്ലേ? ഒരു ഓർഫണേജിൽ നിന്നാണ് അവനൊരു പെൺകുട്ടിയെ കണ്ടെത്തിയതെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇത്രയും അപമാനം സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഒരു ലോറിക്കാരന്റെ ഒപ്പം ബന്ധുവാണെന്ന് പറഞ്ഞ് എന്റെ ഭർത്താവിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് സുധിയോട് തോന്നുന്ന വികാരം ഈ കുടുംബത്തിൻ്റെതാകണം. മറിച്ചൊന്നും വേണ്ട മോനെ. സുധിയെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ നീ ഞങ്ങളുടെ ശത്രുവായി പോവും. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഏട്ടന്റെ മോനാ നീ. മടങ്ങി വന്ന ശേഷം സുധി ആ പെണ്ണിനെ വിളിച്ച് സംസാരിച്ചതായി അവൻ നിന്നോട് പറഞ്ഞോ? ഇല്ല. പലവട്ടം അവൻ ശ്രമിച്ചിട്ടും അവളെ ഫോണിൽ കിട്ടിയില്ല. അവൻ അവളെ അന്വേഷിച്ച് പോകുന്നു മനസ്സിലാക്കി ഞാൻ തടയിട്ടിട്ടുണ്ട്. പിന്നെ കണ്ണൂർ യാത്രയെപ്പറ്റി അങ്കിൾ അറിഞ്ഞുവെന്ന് അവന് ബോധ്യമുണ്ട്. അതെങ്ങനെ അവനറിയാൻ? അവരെ തേടി പോലീസ് വന്ന വിവരം രാവിലെ ഹോട്ടലിൽ നിന്ന് അവൻ അറിഞ്ഞു. റെയ്ഡിന് വന്നിട്ട് പോലീസ് മടങ്ങിപ്പോയത് നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടാണെന്നും അവൻ എന്നോട് പറഞ്ഞു. പക്ഷേ അങ്കിൾ അർച്ചനയെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നുള്ള വിശ്വാസത്തിലാ സുധി. തിരിച്ചറിഞ്ഞെന്നൊരു സൂചന കിട്ടിയാൽ മതി, അവൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവരും. അങ്ങനൊന്നും സംഭവിച്ചാൽ അത് ഞാൻ കൂടി അറിഞ്ഞിട്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെ നിൽക്കും. പിന്നെ അങ്കിൾ അവനോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതാണെന്ന് തോന്നരുത്. അവൻ്റെ മനസ്സ്
മറ്റാരേക്കാളും നന്നായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. അർച്ചനയെ സുധിയിൽ നിന്ന് മറച്ചു പിടിക്കാൻ അങ്കിളിന് കഴിഞ്ഞെന്ന് വരും. അനിയത്തിമാരുടെ ഭാവിയോർത്ത് അവനിൽ നിന്നും അകന്നു നിൽക്കാൻ അർച്ചന തയ്യാറായെന്നും വരും. പക്ഷേ സുധിക്കുണ്ടാകുന്ന തകർച്ച അത് വളരെ വലുതായിരിക്കും. അതിൽ നിന്നും കരകയറാൻ സുധിക്ക് പെട്ടെന്നൊന്നും കഴിഞ്ഞെന്ന് വരില്ല. അത്രയ്ക്ക് ആഴത്തിലുള്ളതാണ് അവർ തമ്മിലുള്ള ബന്ധം. ഇത്തരമൊരു സെന്റിമെന്റ്സിന്റെ പേരിൽ അലിഞ്ഞു പോകുന്നതല്ല ഈ വിശ്വനാഥന്റെ മനസ്സ്. ഒരു പെണ്ണ് യാത്ര പോലും ചോദിക്കാതെ പോയതിന്റെ പേരിൽ അവൻ സന്യസിക്കാനാ ഭാവമെങ്കിൽ ആയിക്കോട്ടെ. എനിക്കുണ്ടാകാൻ പോകുന്ന അപമാനത്തോളം വരില്ല അത്. പെരുമ്പടപ്പ് വിശ്വനാഥൻ എന്തു മനസ്സിൽ കണ്ടോ അത് നടത്തിയിരിക്കും. നീ ഇരിക്കും മോനെ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ ചായ എടുക്കാം. ഹലോ ആൽബി. ആ സുധി ബാങ്കിലല്ലേ? അതെ. എന്തൊക്കെയാ ആൽബി വിശേഷങ്ങൾ? അർച്ചനയ്ക്ക് എന്താ പറ്റിയേ? ആ കുട്ടി ഇപ്പം ഇങ്ങോട്ട് വരുന്നതേ ഇല്ല. അർച്ചന ഇപ്പൊ ജോലിക്ക് വരുന്നില്ലേ? അവള് വരാതായിട്ട് എത്ര ദിവസമായി? ഒരു ബാങ്ക് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഒന്ന് ഫോൺ ചെയ്ത് പറയാനുള്ള മര്യാദ പോലും അവൾ കാണിച്ചില്ല. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? ഇനി വല്ല അസുഖവും മറ്റോ ആണോ? എന്നാലും വിളിച്ചറിയിക്കാലോ. മൊബൈലിൽ വിളിച്ചിട്ടാണെങ്കിൽ ഒരു മറുപടിയില്ല. ഞാൻ ആകെ പ്രശ്നത്തില്ല. ലീവ് എടുത്ത് ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റുമോ? ഞാനൊന്ന് അന്വേഷിക്കാം. അന്വേഷിച്ചാൽ മാത്രം പോരാ, അവൾ ഇനി വരുന്നുണ്ടോന്ന് എനിക്കറിയണം. നാളെ കൂടെ ഞാൻ നോക്കും. വന്നില്ലെങ്കിൽ വേറൊരു സ്റ്റാഫിനെ ഞാൻ വെക്കും. ആ ശരി, ഞാൻ വിവരം ആൽബി അറിയിക്കാം. സാറേ, ഇവിടെ അർച്ചന എന്ന പേരുള്ള ഒരു കുട്ടിയുടെ വീട് എവിടെയാണെന്ന് അറിയാമോ? അറിയില്ലല്ലോ. അവളുടെ അച്ഛനൊരു ലോറി ഡ്രൈവറാ. രാജപ്പൻ എന്ന അയാളുടെ പേര്. ഡ്രൈവർ രാജപ്പന്റെ വീടാണല്ലേ അന്വേഷിക്കുന്നത്? അങ്ങനെ പറയണ്ടേ. ദേ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അതിന്റെ തൊട്ട് പിന്നിലിരിക്കുന്ന വീടാണ്. താങ്ക് യു സാർ. ആ ഇങ്ങോട്ടിടും. ആരാ? മനസ്സിലായില്ല. എൻ്റെ പേര് സുധീഷ്. എനിക്കറിയില്ല നിങ്ങളെ. നിങ്ങൾക്ക് വീട് തെറ്റിയതാ. എനിക്ക് വീട് തെറ്റിയിട്ടൊന്നുമില്ല. നിങ്ങളുടെ പേര് ശ്യാമള എന്നല്ലേ? ആ പോയത് നിങ്ങളുടെ മകൾ അമ്പിളി. നിങ്ങൾ ആരാ? നിങ്ങൾക്കെന്നെ മനസ്സിലായെന്ന് ഈ മുഖം കണ്ടാൽ എനിക്കറിയാം. അർച്ചനെ കാണാനാണ് ഞാൻ വന്നത്. കുറച്ച് ദിവസമായിട്ട് അർച്ചന കമ്പ്യൂട്ടർ സെന്ററിൽ വരുന്നില്ല. അതിന്റെ കാരണം അറിയാനാണ് ഞാൻ വന്നത്. അവളെ ഒന്ന് വിളിക്കൂ. അച്ചുവേച്ചി, എന്താ മോളെ? അച്ചുവേച്ചി, സുധി സാർ വന്ന് നിൽക്കുന്നു. സുധി, അത് അമ്മയുടെ പേരും പറഞ്ഞു. അമ്മയ്ക്ക് ആളെ മനസ്സിലായി. എന്തുദ്ദേശിച്ച സുധി ഇങ്ങോട്ടേക്ക് വന്നത്? ഏതാടി അവൻ? നിന്റെ പേരും പറഞ്ഞ് പുറത്തു വന്ന് നിൽക്കുന്നവൻ ആരാന്ന് പറയടി. ഒരു പെട്ടോളെ സുധീഷ് എന്ന് അവൻ പേര് പറഞ്ഞ. അവന്റെ കൂടെ അല്ലേടി നീ പോയത്? മഹാഭാബി, നീ അവനെ വിളിച്ചു വരുത്തിയതാ അല്ലേടി? അല്ലെങ്കിൽ എന്തിനാടി അവൻ ഈ സമയത്ത് ഇവിടെ വന്ന്? അമ്മ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അച്ചുവേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാതെയാണോടി ഒരുത്തം പുറത്തു വന്നിരിക്കുന്നത്? നീ വിളിച്ചിട്ടാ അവൻ വന്ന്. ഞങ്ങളെ ചതിക്കാൻ നോക്കുവായിരുന്നു അല്ലേടി? നീ പറഞ്ഞതല്ല പച്ച കള്ളവാ. ഇനി ഞാൻ എന്ത് മറച്ചു വെക്കണം? നിന്റെ വാക്കും വിശ്വസിച്ചിട്ടല്ലേടി ആ മനുഷ്യൻ ഇവിടെ ഇറങ്ങിപ്പോയെ?
എന്റെ രണ്ടു മക്കളെ നിനക്ക് കൊലക്ക് കൊടുക്കണം, അല്ലടി ദ്രോഹി. എടീ, നീ അവൻ്റെ കൂടെ പോകല്ലേടി. നീ അതിന് തുനിഞ്ഞ എന്റെ ശവത്തെ ചവിട്ടി നീ പോകും. അച്ചുവെച്ച് വിളിച്ചു വരുത്തിയിട്ടൊന്നുമല്ല ആ മനുഷ്യൻ വന്നത്. ഈ വീട് വിട്ട് അച്ചുവെച്ച് പുറത്തു പോയിട്ടില്ല. എല്ലാം ഗണിച്ചു നോക്കിയിട്ടാണോ ഈ ദിവസം തന്നെ അവൻ കേറി വന്ന്? അച്ഛനെ അവൻ വിളിക്കുന്നു, പോടി നീ. ഒരു ഗതിയില്ലാത്ത നിനക്ക് അഭയം തന്ന് എന്നെ ചതിക്കൂടി നീ. എന്റെ കുഞ്ഞുങ്ങളെ ബലിക്ക് കൊടുക്കൂ നീ. ഒരിക്കലും ഞാനത് ചെയ്യില്ല കുഞ്ഞമ്മ, എന്നെ വിശ്വസിക്കും. അച്ഛനെ ഒന്ന് ഇറങ്ങി വാ. ഞാനാ പറയുന്നത്, പോകരുത്. ഈ സമയത്ത് ആ മനുഷ്യൻ കേറി വന്ന നിന്നെ അവനെയും കൊല്ലും. നീ ഇവിടെ നിൽക്ക, ഞാൻ അവനെ പറഞ്ഞുവിടാം. സുധി കാണാൻ വന്നത് എന്നെയാ. ഞാൻ തന്നെ സുധിയോട് സംസാരിക്കാം. വേണ്ട മോളെ, മോളെ. സുധി ഇപ്പൊ എന്തിനാ വന്നത്? നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നിന്നെ ആരെങ്കിലും തല്ലിയോ? അത് ചോദിക്കാൻ നീ ആരാടാ? എന്റെ വീട്ടിൽ ജീവിക്കുന്ന പെണ്ണിനെ തല്ലിയെന്നും കൊന്നെന്നും വരും. അത് വന്ന് ചോദിക്കാൻ എന്ത് അവകാശമാ നിനക്ക് ഇവളിലുള്ളത്? ഇവളിൽ എനിക്കുള്ള അവകാശമേ നിങ്ങളോട് ഞാൻ പറയാം. സുധി ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. സുധിയുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വീണ എനിക്ക് മറുപടി പറയേണ്ടി വരും. അതോടെ എല്ലാം അവസാനിക്കും. സുധിക്ക് ആവേശം കാണിക്കാനുള്ള സമയവും സന്ദർഭവും അല്ല ഇത്. എന്നോടൊരല്പം കരുണ കാണിക്കും. ദയവായി സുധി ഇവിടെ നിന്ന് പോ. അർച്ചന, വേഗം ഇവിടെ നിന്ന് പോ സുധി. കെട്ടുപ്രായം തികഞ്ഞ 2 പെൺകുട്ടികളുള്ള വീടാ ഇത്. ഇവരുടെ അച്ഛൻ പുറത്തേക്ക് പോയിരിക്കുക. ആ മനുഷ്യൻ ഇപ്പൊ കേറി വന്ന എല്ലാത്തിനും വെട്ടി നുറുക്കും. അതിനു മുമ്പ് ഒന്ന് ഇറങ്ങിപ്പോ. നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവളെ ഞാൻ ചതിച്ചിട്ടില്ല. സ്നേഹിച്ചത് ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാ. ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള തന്റെ ഇടമൊക്കെ എനിക്കുണ്ട്. പിന്നെ എന്തിനു നിങ്ങൾ എന്നെ പേടിക്കണം? നിന്റെ വീട്ടുകാരെ ഞങ്ങൾക്ക് പേടിച്ചേ തീരൂ. ഇവള് നിന്റെ കൂടെ ഇറങ്ങി വന്ന അവര് ഞങ്ങളെ ജീവനോടെ വെച്ചേക്കില്ല. നിങ്ങളൊക്കെ വലിയ ആളുകളാ. പാവങ്ങളെ ജീവിക്കാൻ അനുവദിക്ക്. സത്യം പറ, അർച്ചനെ പറ്റി അച്ഛന് വിവരം കിട്ടിയോ? ഓ, ഞങ്ങളോട് അല്പം കനിവുണ്ടായി ഇവിടെ നിന്നൊന്ന് പോയി താ കുഞ്ഞെ. ആൽബി വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴാ പ്രശ്നങ്ങളുടെ ഗൗരവം എനിക്ക് മനസ്സിലായത്. ഇനി ഒരു നിമിഷം പോലും കാത്തിരിക്കാൻ പാടില്ല. അത് അപകടമാ. നിന്റേതായിട്ടുള്ള എല്ലാം എടുത്ത് എന്റെ കൂടെ ഇറങ്ങി വാ അർച്ചന. ചെല്ലേച്ചി, ഒന്നിച്ച് ചാകാൻ തന്നെയാണോടി ഒരുങ്ങിയിരിക്കുന്നത്? അമ്മ ഒന്നും മിണ്ടാതിരിക്കെ. അച്ചുവേച്ചി സുധിസാറിന്റെ കൂടെ പോയിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രക്ഷപ്പെടാൻ കിട്ടിയ അവസരം ഇത്. ആലോചിച്ച് നിൽക്കാതെ ഇറങ്ങി ചെല്ലേച്ചി. ഇറങ്ങി വാ അർച്ചന. പോടി നീ ഇവിടുന്ന് ഇറങ്ങിയ എന്റെ മക്കളുടെ വിധി കാണാൻ ഞാൻ ഉണ്ടാവില്ല. മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ തീ കൊളുത്തും. ചെയ്യുവടി ഞാനത്. എന്റെ കത്തിക്കരിഞ്ഞ ശവം കാണാൻ പോലും നീ വന്നേക്കരുത്. സുധി എന്തിനായാലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. അർച്ചന, ഇപ്പോഴും നീ എല്ലാം ഞാൻ സുധിയോട് പറഞ്ഞിട്ടുള്ളതാ. ആ ഉറപ്പിലാണ് നമ്മൾ പിരിഞ്ഞത്. എന്നെ മനസ്സിലാക്കാൻ സുധിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസം സുധി തെറ്റിച്ചു. സുധിക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഇപ്പൊ തിരിച്ചു പോ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുക്കട്ടെ. എന്നിട്ട് സുധി വന്ന് വിളിക്കും. ഞാൻ കൂടെ വരാം. ഞാനല്ലേ പറയുന്നത്? ഞാനത് വിശ്വസിക്കട്ടെ. സുധിക്ക് എന്നെ വിശ്വസിക്കാം.
സുധി എന്നെ ചതിച്ചാലും എനിക്ക് സുധിയെ ചതിക്കാൻ കഴിയില്ലല്ലോ. അച്ഛൻ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കരുത്. ആ അച്ഛൻ്റെ മകനാ ഞാൻ. അർച്ചനയെ ഞാൻ സ്വീകരിക്കുമ്പോൾ നിങ്ങളും എൻ്റെ ബന്ധുക്കളാവുകയാണ്. അർച്ചനയുടെ അനിയത്തിമാര് എൻ്റെ അനിയത്തിമാരാ. ആ തിരിച്ചറിവ് കുഞ്ഞമ്മയ്ക്കും ഉണ്ടാവണം. നാളെ കമ്പ്യൂട്ടർ സെന്ററിൽ പോകണം. പോകാതിരുന്ന ആ ജോലി പോവും. ഞാൻ ഇറങ്ങാം. നീ എന്നെ തോൽപ്പിച്ച് കളയല്ലേ അർച്ചന. മനസ്സിലായില്ലേ അമ്മയ്ക്ക് അച്ചുവേച്ചിയുടെ മനസ്സ്? ഇനിയെങ്കിലും ആ പാവത്തൊന്ന് വിശ്വസിക്ക്. എല്ലാ തെറ്റുകൾക്കും കാരണക്കാരി ഞാനാ. ടെസ്റ്റിന് പോവാൻ ഇറങ്ങുമ്പോഴാ വരുന്നില്ല എന്ന് പറഞ്ഞ് സുജ ചേച്ചിയുടെ കോള് വന്നത്. ടെസ്റ്റ് എഴുതാൻ പോകുന്നില്ലെന്ന തീരുമാനം അച്ചുവേച്ചി എടുത്തു. ഞാനാ സുധി സാറിനെ വിളിച്ചതും അച്ചുവേച്ചിയെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതും. നിങ്ങളൊക്കെ ശിക്ഷിക്കേണ്ടത് എന്നെയാ. ചേച്ചിക്കൊരു ജോലി കിട്ടിയ എന്റെ പഠിപ്പ് നടക്കുമല്ലോ എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞപ്പോഴാ സുധി സാറിന്റെ കൂടെ പോവാൻ അച്ചുവേച്ചി തയ്യാറായത്. അമ്മയെങ്കിലും ആ സത്യം മനസ്സിലാക്കണം. ആരെയും ദ്രോഹിക്കാൻ അറിയില്ല എന്റെ അച്ചുവേച്ചിക്ക്. സ്നേഹിക്കാനേ കഴിയൂ. പാവം എന്റെ അച്ചുവേച്ചി. എന്നോട് ക്ഷമിക്കുമോളെ. ഞാൻ അറിയിച്ചിട്ടല്ല സുധി വന്നേന്ന് കുഞ്ഞമ്മയ്ക്ക് ഇപ്പൊ ബോധ്യായല്ലോ. മോളെ, നിങ്ങൾക്കൊരാപത്ത് വരുമ്പോ ഉപേക്ഷിച്ച് ഞാൻ പോവില്ല. ഇനിയെങ്കിലും എന്നെ കുഞ്ഞമ്മ സംശയിക്കരുത്. എന്റെ അമ്മയുടെ സ്ഥാന കുഞ്ഞമ്മയ്ക്ക്. നീ എന്നോട് ക്ഷമിക്കും. അപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി മോളെ. പോട്ടെ. സുധിക്ക് എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും എന്റെ ഉള്ളിലെ ഇഷ്ടം ഞാൻ സുധിയോട് പറഞ്ഞിട്ടില്ല. ഞാൻ ആര്, എവിടെ നിൽക്കുന്നു എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മോഹിക്കാനും സ്വപ്നം കാണാനും പാടില്ലെന്ന് ഞാൻ എന്റെ മനസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ജോലി എന്ന പ്രതീക്ഷയില്ല സുജ വരാതിരുന്നപ്പോ സുധിയോടൊപ്പം പോവാൻ ഞാൻ തയ്യാറായത്. ആ യാത്രയിലെ അടുപ്പം കൊണ്ടാ സുധി ഇന്നിവിടെ കയറി വന്നത്. സുധിയുമായുള്ള ബന്ധം ഇന്നിവിടെ അവസാനിച്ചു. ഒരു ജോലി എന്ന പ്രതീക്ഷയില്ല സുജ വരാതിരുന്നപ്പോ സുധിയോടൊപ്പം പോവാൻ ഞാൻ തയ്യാറായത്. ആ യാത്രയിലെ അടുപ്പം കൊണ്ടാ സുധി ഇന്നിവിടെ കയറി വന്നത്. സുധിയുമായുള്ള ബന്ധം ഇന്നിവിടെ അവസാനിച്ചു. കുഞ്ഞമ്മ പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. എനിക്കും ഡ്രസ്സൊക്കെ അടുക്കി വെക്കാനുണ്ട്. മോള് ചെല്ല്. സർട്ടിഫിക്കറ്റ്സ് ഒന്നും വിട്ടുപോകരുത്. ഇനിയൊരു മടങ്ങി വരവില്ലെന്ന് ഓർമ്മ വേണം.
നശിപ്പിച്ചു കളയില്ല അർച്ചന. അച്ഛൻ എങ്ങനെ മനസ്സിലാക്കിയെന്നാ എനിക്ക് പിടികിട്ടാത്തത്. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് മടങ്ങിയെത്തിയ ദിവസം തന്നെ അച്ഛൻ അർച്ചനയെ കണ്ടെത്തി കഴിഞ്ഞു. നീ അങ്ങനെ ഊഹിക്കാനുള്ള കാരണം എന്താ? അന്ന് വൈകുന്നേരം മുതൽ അർച്ചനെ ഫോണിൽ കിട്ടുന്നില്ല. പിറ്റേന്ന് മുതൽ അവൾ ജോലിക്കൊട്ട് പോയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്കിൾ എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഞാനും വിശ്വസിക്കുന്നത്. നീ ആൻറ്റിയോട് സംസാരിച്ചായിരുന്നോ? അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. അങ്കിൾ കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അച്ഛനും അതറിയാം. അമ്മയോട് പോലും അച്ഛനൊന്നും പറഞ്ഞിട്ടുമില്ല. എന്തായാലും ഭീഷണിയുമായി അച്ഛൻ്റെ ഏതോ ഒരു വിശ്വസ്തൻ അർച്ചനയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞു. അവരതിൽ വല്ലാതെ പേടിച്ചിട്ടുമുണ്ട്. ആ സ്ത്രീയുടെ പെരുമാറ്റം കണ്ടാലറിയാം. പക്ഷേ ഞാൻ പിന്മാറില്ല ശബരി. ഇനി അച്ഛൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അർച്ചനയും കുടുംബത്തെയും ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുക. അങ്കിൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കൂ? അവളെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി അച്ഛന് ചെയ്യാൻ പറ്റുന്നത് അതല്ലേ? ആ പെൺകുട്ടികളെ ഉന്നം വെച്ച് എന്തോ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ. അച്ഛൻ്റെ കയ്യിലുള്ളത് പോലീസിന്റെ അധികാരമല്ലേ? ഈ സാഹചര്യത്തിൽ സുധിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാളെ അർച്ചന ജോലിക്ക് പോയില്ലെങ്കിൽ ഉടനെ ചില തീരുമാനങ്ങൾ എടുക്കണം. അതിന് നീ എൻ്റെ കൂടെ നിൽക്കണം. ഞാനുണ്ടടാ, നീ പറ. അവളുടെ ചിറ്റപ്പൻ രാജപ്പനെ ചെന്നൊന്ന് കാണണം. അർച്ചനയെ വിവാഹം കഴിച്ചു തരാൻ അയാളോട് ആവശ്യപ്പെടണം. അവരുടെ സമ്മതമില്ലാതെ അവൾ ഇറങ്ങി എൻ്റെ കൂടെ വരില്ല. അങ്കിളുടെ ഭീഷണിയുള്ള നിലയ്ക്ക് അയാൾ അതിന് സമ്മതിക്കോ? സമ്മതിക്കാതിരിക്കാൻ അയാൾക്കാവില്ല. അവൾ എൻ്റെ ഭാര്യയാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും. നീ എന്തൊക്കെയായി പറയുന്നേ? അവൾ നിന്റെ ഭാര്യയാണെന്നോ? അതേടാ, ഞാൻ അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിയിട്ടുണ്ട്. Yeah.